നമ്മുടെ ടൈറ്റിൽ ലോഞ്ച് ഒരു ചെറിയ ഫീൽ ഓഫ് ദ ഫിലിം മാത്രം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് ഈ സിനിമയുടെ ഒരു വിഷ്വൽ എങ്ങനെയിരിക്കും, ഒരു ക്യാൻവാസ് എങ്ങനെയായിരിക്കും എന്നൊരു ഫീൽ മാത്രം കൊടുക്കുന്ന ചെറിയ ഒരു വിഷ്വൽസ് ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് ഈ സിനിമയുടെ ഒരു സ്പിരിറ്റും ഈ സിനിമയുടെ ഒരു വിഷ്വലിനെ കുറിച്ച് ഗൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളുണ്ട്, അതൊന്നും ആദ്യം ഉണ്ടാകുന്നതാണ്. തലയിൽ പിടിച്ച് നിൽക്കാതെ കൊണ്ട് നിങ്ങൾക്ക് ഈ കുഞ്ഞാലിനെ കിട്ടില്ല. മണ്ണിന്റെ പെണ്ണിന്റെ മാനം കാക്കാനായിട്ട് കൈത്തണ്ടയുടെ ബലവും കൽവിന്റെ ഉഷയും കാക്കുന്ന മനുഷ്യന്മാരെയാണ് തമ്പുരാനെ ആമ്പിള്ള എന്ന് വിളിക്കണം. ആറാം പറപ്പ് കാണിക്കുന്നവന്റെ കൈത്ത് വെട്ടാൻ കരുത്തും നാളിൽ വേണ്ടി ചോര വഹിക്കാനെ കൊണ്ട് ചങ്ങർക്കുമുള്ള 4 ചെറുനായകക്കാരെ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം മതി. സാമൂഹ്യ തമ്പുരാനെ കുഞ്ഞാലി പദവികളെ ഈ മണ്ണിൽ കാൽകുത്താൻ പറ്റില്ല. മറങ്ങീന്റെ തീരം വീശിയിരുന്ന കപ്പൽ പടയും കാലിളക്കി തോക്ക് പൊട്ടിക്കുന്ന കാലാപ്പടയും പേടിച്ച് ഈ നാടുവായികൾ പറയണ പോലെ മുട്ടുമടക്കിയാൽ ഇനിയുള്ള കാലം മുഴുവനും നിങ്ങളും നിങ്ങളുടെ കുട്ടികളും ഓരുടെ അടിമപ്പണി ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പെണ്ണുങ്ങൾ പറഞ്ഞ് പിള്ളേരെ അങ്ങനെ ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള കാലം ഓരുടെ കാല് കഴുകി പിടിക്കേണ്ടി വരും. എന്നിട്ട് ഒരു ദിവസം മയ്യത്താവും. അത് വേണം. അതാ പറഞ്ഞ നാടിന്റെ മോശമാണ്. അതിനുള്ള മനസ്സുണ്ടെങ്കിൽ കയ്യിൽ കിട്ടുന്ന ആയുധം വെച്ച് മാറി നിറഞ്ഞു വെച്ച് പറയികളെ പോലും വിളിക്ക്. നിങ്ങളുടെ ഉന്നം തെറ്റും ഓരോ പടക്കപ്പുള്ളികൾ കര കാണാതെ കത്തിക്കരിയും ദിശയറിയാതെ പറയും പറയപ്പെട്ട ആ പോരിൽ മയ്യത്തായാലും ഈ നാട്ടിലെ പല മനസ്സുകളിൽ പടയ്ക്ക് പുറപ്പെടുന്ന പടയാളിക്ക് ജാതിയും മതമൊന്നുമില്ല. തമ്മിലാണ് ഹിന്ദുവിന്റെയും ഇസ്ലാമിന്റെയും ഇസത്ത് പിറന്നു വീണ മണ്ണിന്റെ ഇസത്താണ്. ഒരു വാക്ക് മാത്രം കുഞ്ഞാലി തരാം. പടക്കളത്തിന് നമ്മുടെ മുന്നിൽ ആരും മരിച്ചു വീഴില്ല. അവസാനത്തെ തുള്ളി ചോര നമ്മുടെ നേട്ടുന്ന പൊടിയുടെ വരെ കുഞ്ഞാലെ കൂടെ ഈ കുഞ്ഞാലി കളിക്കാറുണ്ടാവും.
ഇതൊരു നേരത്തെ പറഞ്ഞൊരു ടൈറ്റിൽ ലോഞ്ച് മാത്രമാണ്. കേരള പിറവി ദിവസമായ നവംബർ 1-ാം തീയതി സിനിമ ഹൈദരാബാദിൽ തുടങ്ങണമെന്നുണ്ടാണ്, ഷൂട്ടിംഗ് തുടങ്ങും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏകദേശം 3 മാസത്തെ ഷൂട്ടിംഗ് ഉണ്ടാവും. പിന്നീട് ഇതിനൊരു വലിയ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം ആവശ്യമുള്ളൊരു സിനിമയാണ്. കാര്യം പകുതിയോടെ സിനിമ കടലിൽ ഷൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഒരു പ്ലാൻ ഉണ്ടായ ശേഷം മാത്രമായിരിക്കും ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഞാൻ അനൗൺസ് ചെയ്യാം. പഴയ ഒരു സ്വപ്നമാണ് എന്റെയും ലാലിന്റെയും ഒക്കെ ഒരു പഴയ സ്വപ്നമാണ് ഈ സിനിമ. അയച്ചാല് ടി ദാമോദരൻ മാസ്റ്റർ ഞാനുമാണ് ആദ്യമായിട്ട് ഈ സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയും പല നോട്ടുകളും പറയുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം മരിച്ച ശേഷം കുറച്ചു നാളത് സിനിമ നിന്നു പോവുകയും മറ്റു പല കാരണങ്ങളാലും ഈ സിനിമ എല്ലാ സിനിമകളും ഒരു സമയമൊക്കെ ഉണ്ടാകുന്നതാണ്, നമ്മള് ഉണ്ടായി പോകുന്നതാണ്. അങ്ങനെയാണ് ഈ മരക്കാർ എന്ന് പറഞ്ഞ സിനിമയും ഉണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ലാലിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സിനിമാ ജീവിതത്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ടേണിംഗ് പോയിന്റാണ് സിനിമ. ഒരു ഡ്രീം സിനിമ എന്നാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ സിനിമയെ കുറിച്ച് പറയാം. പക്ഷെ തീർച്ചയായിട്ടും ഈ കൊച്ചു മലയാളത്തിന്റെ ഒരു ക്യാൻവാസ്, അതായത് മലയാള സിനിമയ്ക്ക് പോകാവുന്ന ക്യാൻവാസിന്റെ ലിമിറ്റിന് അപ്പുറത്തേക്കാണ് ഒരു റിസ്ക് ഈ സിനിമ എടുക്കുന്നതിന്. ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് ആന്റണി പെരുമ്പാവൂരോട്, പിന്നെ ഈ സിനിമയിൽ ആന്റണിയുടെ പാർട്ണറായിട്ടുള്ള സന്തോഷ്. ആൻഡ് വി ഹാവ് അനദർ സ്ട്രോങ് പില്ലർ വിത്ത് അസ്, മിസ്റ്റർ റോയ്, ഡോക്ടർ റോയ്. അദ്ദേഹം ഈ സിനിമയിൽ പങ്കുചേർന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെയുള്ള കുറെ സിനിമയോട് സ്നേഹമുള്ളവരും ആയ ആൾക്കാർ ഇതിനു മുമ്പിൽ നിന്നാലേ മലയാള സിനിമ ഒരു പറഞ്ഞ ഒരു കൊച്ചു കേരളത്തിന്റെ സിനിമയ്ക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വരാൻ കഴിയുള്ളൂ. ബേസിക്കലി ഇതിന്റെ ഒരു സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഹിന്ദി, തെലുങ്ക്, തമിഴ് അങ്ങനെയുള്ള ലാംഗ്വേജിലെ ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വി ഹാവ് ബ്രിട്ടീഷ് ആക്ടേഴ്സ് ടു പ്ലേ പോർച്ചുഗീസ് റോൾ. അതായത് പോർച്ചുഗീസ് സിനിമ ഇല്ലാത്തതുകൊണ്ട് പോർച്ചുഗീസ് ആക്ടേഴ്സിനെ കിട്ടാൻ പറ്റുന്നുണ്ട്. മോസ്റ്റ്ലി ബ്രിട്ടീഷ് ആക്ടേഴ്സിനാണ് ഞങ്ങൾ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറായിട്ട് ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറാണ്, ഒരു ഹീറോ തന്നെയാണ് ചിന്നാലി എന്ന് പറയപ്പെടുന്ന ചൈനീസ് ബോയ്. അതൊരു ചൈനീസ് ആക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓഡിഷൻ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതിലേക്ക് ആരെ കാസ്റ്റ് ചെയ്യണമെന്ന്. സോ അങ്ങനെ പല ഭാഷക്കാരും പല ഇന്ത്യയിൽ തന്നെ പല ഭാഷാ സിനിമകളുടെ നടന്മാരും ഒക്കെ ഉണ്ടാവുന്ന ഒരു വലിയ ക്യാൻവാസാണ് ഈ ചിത്രം. പിന്നീട് ഞാൻ ഇതിനകത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്, അതായത് ഇതെന്താണ് ഈ സിനിമ എന്ന് ചോദിച്ചാൽ ചരിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിച്ച കുഞ്ഞാലി മരക്കാർ തന്നെയാണ്. അതായത് പണ്ട് പരീക്കുട്ടി, ടി.കെ. പരീക്കുട്ടി ചന്ദ്രധാര പ്രൊഡക്ഷന് വേണ്ടി എടുത്തൊരു കുഞ്ഞാലി മരക്കാർ. ആ കഥയാണ് നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചതൊക്കെ. അതേ കുഞ്ഞാലി മരക്കാർ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ഈ ഹിസ്റ്ററി തന്നെ. അദ്ദേഹം 98 വർഷം 4 കുഞ്ഞാലിമാരും സാമൂതിരിയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട്. അതേസമയം അതിനിടയിലുള്ള ഒരു 16 വർഷം ഇവരുടെ സേവനം സാമൂതിരിക്ക് ഇല്ലായിരുന്നു എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട്. ഇത് രണ്ടുമല്ലാതെ സിംഹാജയവർദ്ധനെ എന്ന് പറഞ്ഞൊരു സിലോൺ മഹാരാജാവ് കുഞ്ഞാലി വരക്കാർക്ക് വിഷം കൊടുത്തു കൊണ്ടുവന്നൊരു വേർഷൻ ഉണ്ട്. അങ്ങനെ ഹിസ്റ്ററി തന്നെ വളരെ വേഗമാണ്. പല 15-16 നൂറ്റാണ്ടിന്റെ ചരിത്രം വളരെ വേഗമാണ്. കാര്യത്തില് ഈ ചരിത്രം എന്ന് പറയുന്ന ചരിത്രകാരന്മാരുടെ ഭാവനയും കേട്ടറിവും ഒക്കെ കൊണ്ടുള്ളൊരു അന്ന്, അതായത് 1802 വരയ്ക്കും ശേഷം ഫോട്ടോഗ്രാഫി വന്നപ്പോഴാണ് കുറച്ചുകൂടെ വ്യക്തമായ പിക്ചേഴ്സ് നമുക്കുണ്ട്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് റെഫറൻസസ് കിട്ടാൻ വളരെ പ്രശ്നമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മള് പഴയ സിനിമയിൽ കാണുന്ന, അതായത് ഈ വടക്കം പാട്ടുകളിൽ കാണുന്ന കോസ്റ്റ്യൂം
അല്ല അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. കാര്യം 15ാം സെഞ്ചുറിയിലെ ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലായിടത്തും കോസ്റ്റൽ ലൈനിലാണ് വളരെ കുറവായിരുന്നു. ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 19 ഡിഗ്രി ആയിരുന്നു. ഒരിക്കലും അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ട് ആളുകൾക്ക് നടക്കാൻ കഴിയും. അതുകൊണ്ടാണ് എപ്പോഴും ഫോറിനേഴ്സ് പോലും ഇവിടെ വളരെ തിക്കായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കുറെ കോസ്റ്റ്യൂം റെഫറൻസസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ചണവും കോട്ടണും ചേർന്ന ഉടുപ്പുകളായിരുന്നു അവർ ധരിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ദെൻ സമുദ്രിയുടെ കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലേക്ക് ബാർട്ടർ സിസ്റ്റം വെച്ച് സാധനങ്ങളും കുരുമുളകളും ഇഞ്ചിയും അങ്ങനെയുള്ള സ്പൈസസ് കൊടുത്തിട്ട് തിരിച്ച് കപ്പലുകൾ ബാർട്ടർ സിസ്റ്റത്തിൽ വാങ്ങിക്കുകയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ ഒരു വിഭാഗം പറയുന്നത്. അറബ് രാജ്യങ്ങളുമായിട്ടുള്ള കേരളത്തിന്റെ സ്പൈസ് ബിസിനസിനെ തകർക്കുക എന്ന് അതിന്റെ കുത്തക മാറ്റി പിടിക്കാനുള്ള ഉദ്ദേശത്തിലാണ് പോർച്ചുഗീസ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. അതേ ഉദ്ദേശം തന്നെയായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും ഉണ്ടായത്. പക്ഷെ the first person to come here was Vasco da Gama, followed by the Portuguese army. So ഇതുപോലെ ഒരുപാട് ഓഫ്കോഴ്സ് ഈ ഹിസ്റ്ററി ഞാൻ പല ഹിസ്റ്ററിയിൽ പല ടൈമാണ്. ഈവൻ കുഞ്ഞാലിമരക്കാരുടെ മ്യൂസിയത്തിൽ തന്നെ ഉദ്ദേശം ഇന്ന സമയം തൊട്ട് ഉദ്ദേശം ഇന്ന സമയം അവിടെ മ്യൂസിയത്തിൽ പോലും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അതിൽ അവിടെ ഇല്ല, വ്യക്തമായിട്ടൊരു ഹിസ്റ്ററി ഇല്ല. പിന്നീടുള്ളൊരു സംഭവം ഈ അന്നത്തെ ഉപയോഗിച്ചിരുന്ന ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ വാൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് റേപ്പിയർ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് വാളാണ്, അദ്ദേഹത്തിന്റെ വാളല്ല. അപ്പൊ പോർച്ചുഗീസിൽ നിന്ന് അദ്ദേഹം ഒരുപക്ഷെ പിടിച്ചെടുത്ത ശേഷം ഉപയോഗിച്ച വാളായിരിക്കണം അത്. സോ there is lot of loopholes in the history of 15th century. So but anyway, ഈ സിനിമ എന്ന് പറയുന്നത് തികച്ചും നമ്മൾ പാഠപുസ്തകമായി ഞാൻ പഠിച്ച സിനിമയിൽ നിന്ന് ആഡ് ചെയ്യപ്പെട്ട ഹിസ്റ്ററിയിലുണ്ടായിരുന്ന പല ഇൻസിഡന്റുകളും അത് എന്തുകൊണ്ടുണ്ടായി എങ്ങനെ ഉണ്ടായി ആഡ് ചെയ്യപ്പെട്ട പല ഹിസ്റ്ററിയുടെ വേർഷൻസും എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു കഥയാണ്. സോ ഒരല്പം ചരിത്രവും ബാക്കി ഇമാജിനേഷനും ആണ് ഈ മലക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന ഈ സിനിമ. സോ that is all I have to say. Good evening. Mr. Priyadarshi പറഞ്ഞ ഇതൊരു വളരെ ഡ്രീം കം ട്രൂ പ്രോജക്റ്റാണ് ഞങ്ങളത്. ഞങ്ങളൊരു പണ്ടൊരു സിനിമയായിരുന്നു കലാപാനി ചെയ്യുമ്പോഴും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ ഒരു ബഡ്ജറ്റിൽ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ചായിരുന്നു. പക്ഷെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് ടെക്നോളജി മാറിയിരിക്കുന്നു, ഒരുപാട് അതിൽ വിശ്വസനീയമായ രീതിയിൽ സിനിമ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണിത്. തീർച്ചയായിട്ടും ദാമോദരൻ മാഷ് വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പ്രിയനെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിടയ്ക്ക് തുടങ്ങാം, പിന്നെ നിൽക്കുന്നു പോകും. കാര്യം ഇതിലൊരു സിനിമ നിർമ്മിക്കുന്നതിൻ്റെ ഒരു ബഡ്ജറ്റ്, ആ സിനിമ ബഡ്ജറ്റിൽ കേരളത്തിൽ എങ്ങനെ ആ സമയത്ത് നമുക്ക് കേരളത്തിന് തമിഴ്നാട് അല്ലെങ്കിൽ തെലുങ്ക് ഹിന്ദിയിലുള്ള ഒരു എക്സ്പോഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സിനിമകൾ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ ആ ആഗ്രഹം തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ ആൾക്കാർ അറിയണം, നിങ്ങൾ അറിയണം എന്നുള്ള ധാരണയിലാണ് ഇത് തുടങ്ങുന്നത്. പ്രിയദർശൻ പറഞ്ഞ പോലെ കലാപാനീയം അങ്ങനെ ഒരു കാര്യമാണ്. നമ്മൾ പാൻ ഇന്ത്യൻ ഫിലിമായിരുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹിന്ദിയിൽ നിന്ന്, തെലുങ്കിൽ നിന്ന്, തമിഴിൽ നിന്ന്. അതുപോലെ നമ്മൾ ആ സമയം അമേരിക്കൻ തിയേറ്ററുകളിൽ നിന്നാണ് ആൾക്കാരെ കൂടിയത്, ഒരുപാട് ഫോറിനേഴ്സിന്. ഞങ്ങൾ അതുപോലെ ഈ ഷിനാലി എന്ന് പറയുന്ന ആള് വളരെയധികം അഭ്യാസിയായ ഒരാളാണ്. അപ്പം അത്തരത്തിൽ ചൈനീസ് സിനിമകൾ അല്ലെങ്കിൽ ഹോങ്കോങ് സിനിമകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം. അതുപോലെ വേറെ ആക്ടേഴ്സ് ഉണ്ടാകും, പോർച്ചുഗീസ് ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതിൽ ഒരു ചെറിയൊരു സിനിമയല്ല, ഒരു വലിയ സിനിമയാണ്. അപ്പൊ ആ വലിയ സിനിമ നിങ്ങൾ ചെയ്യാൻ പോകുന്നതിന്റെ സന്തോഷം എല്ലാവരെയും അറിയിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. എല്ലാം ഭംഗിയായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അല്ല, ഒരു വിഷയം കൂടെ പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് ഇതിന്റെ ബഡ്ജറ്റ്. സത്യം പറഞ്ഞാല് ഞാൻ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ ഈ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഇല്ല എന്നാണ്. കാര്യം
ഒരു ബഡ്ജറ്റ് മുമ്പ് നിർത്തി ഈ സിനിമ ചെയ്യാൻ കഴിയില്ല. നമ്മൾക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അതുകൊണ്ട് എങ്കിലും ഏകദേശം ഒരു 100 crore ഉള്ളിൽ നിർത്താവുന്ന ഒരു സിനിമയാക്കാനാണ് എന്റെ ശ്രമം. അത് പറഞ്ഞുതരാണ്. ഈ 100 സാറ് പറയാതെ 100 പറയാതെ ആന്റണി ഇപ്പോഴും പറയാം. അപ്പൊ ഞാൻ ആന്റണിയോട് പറഞ്ഞു 95 ഞാൻ ഈ സിനിമ തരാൻ. അങ്ങനെ അത് മോർ ദാൻ എനിത്തിങ് എത്രത്തോളം എങ്ങനെയൊക്കെ അത് സേവ് ചെയ്യാൻ നോക്കാം. അതിന്റെ ഒരു മാർക്കറ്റിംഗ് നോക്കണം. ഒരുപക്ഷെ അറേബ്യ, ചൈനീസ് ഇങ്ങനെയുള്ള ഭാഷകളിലേക്ക് നമുക്ക് ഡബ് ചെയ്യാവുന്ന സിനിമയാണിത്. അവിടുത്തെ കൾച്ചർ, അന്നത്തെ സിൽക്ക് റൂട്ട്, ചൈനീസ് അറബ് ബിസിനസ്, ഇതിനെ കുറിച്ചൊക്കെ ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് that's all I can say. One second. Talk to you can talk. I didn't need you. ഒരു വലിയ അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. കാരണം എൻ്റെ ആശീർവാദ് സിനിമാസിന്റെ 25ാമത്തെ ചിത്രമാണ് ഈ ചിത്രം. ഈ ചിത്രത്തിനകത്തും തുടങ്ങിയ ചിത്രത്തിനകത്തും സിംഹം എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷം. ആദ്യ ചിത്രം നരസിംഹം, ഈ ചിത്രത്തിനകത്തും എഴുതി അറബിക്കടലിന്റെ സിംഹം എന്നാണ് ഉണ്ടായിരിക്കുന്നത് നിമിത്തമാണ്. അത് വളരെ സന്തോഷം നൽകുന്നു. അതുപോലെ മോഹൻലാൽ സാറ്, പ്രിയദർശൻ സാറിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം ആണ് ഈ ചിത്രം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ സഹകരിക്കാൻ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് വളരെയധികം ആലോചിച്ചപ്പോൾ എനിക്ക് സന്തോഷമായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, ആന്റണി അതിന് വേണ്ട സപ്പോർട്ടുള്ള എൻ്റെ ഭാഗത്ത് നിന്ന് തരാം എന്ന് പറയുകയും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. അത് കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത് വളരെ കാലങ്ങളായി വളരെ ബന്ധമുള്ള, ശരിക്കും ഞാൻ എന്തെങ്കിലും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ വാത്സൻ. അപ്പൊ ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ആന്റണി എനിക്ക് മോഹൻലാൽ സാറും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം വെച്ച് ആന്റണി ഇതിനകത്ത് എന്താണ് പ്ലാൻ ചെയ്തോളൂ, എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് വാക്ക് തന്നു. അതിൽ നിന്നാണ് ശരിക്കും ഇങ്ങനെ ഒരു വലിയ ഒരു ചിത്രത്തിന്റെ പിന്നിലേക്ക് വരാൻ ഞാൻ ധൈര്യം കാണിച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ ലാൽ സാറിനോട് എന്താ പറയാ, എല്ലാ സപ്പോർട്ടും എപ്പോഴും തന്ന് ഈ മുൻനിരയിലേക്ക് കൊണ്ടുവന്നതിന് വളരെ നന്ദിയും അറിയിക്കുന്നു. വളരെ സന്തോഷം. ഗുഡ് ഈവനിങ് ടു ഓൾ. ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ലാലേട്ടൻ്റെ കൂടെ ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പ്രിയദർശൻ ജി ഈസ് എൻ അമേസിംഗ് ഡയറക്ടർ. ഞാൻ എൻ്റെ ഒരു കോളേജ് ഡേയ്സ് തൊട്ട് കാണുന്നതാണ്. സോ ഇറ്റ്സ് എൻ അമേസിംഗ് കോമ്പിനേഷൻ. ദിസ് കോമ്പിനേഷൻ ഈസ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ ദാറ്റ് ഐ കൻ തിങ്ക് ഓഫ്. അപ്പോൾ കാസിനോവ സിനിമയിലൂടെയാണ് ഞാൻ ആന്റണിയെ പരിചയപ്പെടുന്നത്. ഞാൻ പുള്ളിയെ വിളിക്കാൻ ആന്റണി ചെയ്യുന്നതാണ്. അപ്പോ പുള്ളി കാസിനോയുടെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. ഇൻഫാക്ട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ്. പുള്ളി ഇല്ലെങ്കിൽ എനിക്കറിയില്ല ഞാൻ എത്ര കൂടി കഷ്ടപ്പെട്ട് കാണുമെന്ന്. സോ ഈ വാസ് വെരി ട്രാൻസ്പെറന്റ്. ഒത്തിരി ട്രാൻസ്പെറൻസിയിലാണ് ഇത് ടോട്ടലി ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ ഒരു മെഗാ സിനിമ പ്രിയദർശൻ ജിയും ലാലേട്ടും കൂടി ചെയ്യുന്നു എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഞാനെപ്പോഴും സിനിമ കാണാൻ പോകുന്നത് ഒരു സ്വപ്ന ലോകത്തിലേക്കാണ്. അതിനൊരു വലിയൊരു ക്യാൻവസും സ്വപ്നം കാണാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ പല തെലുങ്ക് സിനിമകളും പോയി കാണാറുണ്ട്. അതിലൊന്നും നമുക്ക് അർത്ഥവും മീനിങ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് വെരി ബിഗ് ക്യാൻവസ്, വെരി ബിഗ് ഷോ. പക്ഷെ ഇതല്ലാതെ ഇതൊരു വെരി ബിഗ് ക്യാൻവസ് വിത്ത് എ ഹിസ്റ്ററി, വിത്ത് ലോട്ട് ഓഫ് കേരള നോളജ്. അപ്പൊ ഇതെല്ലാം കൂടി വന്നപ്പോൾ ഐ എം വെരി വെരി ഹാപ്പി ടു ബി അസോസിയേറ്റഡ് വിത്ത് ദിസ് മൂവി ആൻഡ് കോൺഫിഡന്റ് ഗ്രൂപ്പ് വിൽ സപ്പോർട്ട് ഇൻ ഓൾ വേസ് other than being the co-producer. And that's what I want to say. Thank you very much to all of you. പിന്നെ ഞങ്ങൾ ഈ സിനിമ ഇന്ത്യൻ നേവിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാര്യം കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്ന ഈ ഇന്ത്യയിലെ ആദ്യത്തെ നേവൽ കമാൻഡറാണ്. ഐ.എൻ.എസ്. കുഞ്ഞാലി എന്നാണ് നേവൽ കേസിന് പേരിട്ടിരിക്കുന്നത് ബോംബെയിൽ. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ
മറിക്കാൻ ഇതിനുള്ള പ്രാവീണ്യം അൺബിലീവബിൾ ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പുസ്തകങ്ങളും ഏതാണ്ട് 5000 വർഷത്തെ സിൽക്ക് വാർ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഏതാണ്ട് 3000 വർഷത്തോളമായിട്ടുള്ള ട്രെയിനിങ് അറബ് രാജ്യമായിട്ടുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ കുഞ്ഞാലി മറിക്കാർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അൺബിലീവബിളും അങ്ങനെയാണ് കുഞ്ഞാലി മറിക്കാർ ഇത് ഒപ്പിക്കാൻ സാധിക്കാത്തത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അന്ത്യമൊക്കെ വളരെ ദാരുണമായിരുന്നു. അത് സിനിമയുടെ കഥയുമായി ഇപ്പോൾ കൂട്ടിപ്പടിക്കുന്നില്ല. എന്തായാലും നല്ലൊരു സിനിമ ഉണ്ടാകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമുണ്ടാകും. ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്താണ് കാലാപാനി സിനിമ കണ്ടത്. 5ലോ 4ലോ പഠിക്കുമ്പോഴാണ്. അന്ന് മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങിയിരിക്കുന്ന ഇപ്പോഴും തങ്ങിയിരിക്കുന്ന സിനിമയാണ് കാലാപാനി. അത് കഴിഞ്ഞ് ഞങ്ങൾ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പ്രിയൻ സാറും ഞാൻ ഏകദേശം 30 ദിവസത്തോളം എല്ലാ ദിവസവും കുഞ്ഞാലിമറിക്കാണ് സംസാരിക്കും. ഇങ്ങനെ ഒരു വലിയ സിനിമയിൽ ഭാഗമാകാനായിരുന്നു വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി താങ്ക് യു റോഷ, താങ്ക് യു സന്തോഷ് ഫോർ ഓൾ ദ സപ്പോർട്ട്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ എടുക്കാൻ ഞങ്ങളുടെ കൂടെ പുറപ്പെട്ടതിന് സന്തോഷം. നിങ്ങളുടെ വിശ്വാസം ആണ് നിങ്ങളുടെ രക്ഷ. വിശ്വാസം രക്ഷിക്കട്ടെ. നല്ല സിനിമ ഉണ്ടാകട്ടെ. താങ്ക് യു സന്തോഷം. Any questions? അതെ, 4ാമത്തെ. പക്ഷേ ചരിത്രത്തിൽ ഇവര് ബ്രദേഴ്സ് ആയിരുന്നു, ഇവര് മക്കളായിരുന്നു, എന്താണ് ഇവരുടെ ശരിയായ ബന്ധം എന്നുള്ളത് ഈവൻ മ്യൂസിയത്തിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് കുഞ്ഞാലിയുടെ പേരില്ല. അപ്പോൾ ഈ 4 പേരുണ്ടായിരുന്നു എന്നൊരു സംഭവം ഉണ്ടെങ്കിലും ആദ്യത്തെ കുഞ്ഞാലി മറിക്കാർ എന്ന് പറയുന്നത് കുട്ടിയാലി എന്ന് പറഞ്ഞൊരു നേവൽ കമാൻഡർ ആയിരുന്നു എന്നും അങ്ങനെ അതല്ലായിരുന്നു എന്നും 2 തർക്കങ്ങളുണ്ട്. ഇനി നമ്മുടെ മെയിൻ കഥ എന്ന് പറയുന്നത് കുഞ്ഞാലി മറിക്കാർ 4. അത് ഏപ്രിൽ മാസം ഷൂട്ടിംഗ് തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞു കേട്ടു. അത് സംബന്ധിച്ച് താങ്കൾ നേരത്തെ ചില പരാമർശങ്ങൾ നടത്തുന്നതായി അറിവുണ്ട്. അത് അവസാനം ആ പ്രൊജക്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണോ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റുമായി ഇറങ്ങുന്നത്? ഞാൻ നേരത്തെ പറയുന്നു 6-7 മാസം വെയിറ്റ് ചെയ്തിട്ടതിന് ശേഷം ചെയ്യാവുന്നതാണ്. 2 കുഞ്ഞാലിയുടെ ആവശ്യമില്ലാത്ത ഒന്നും നമുക്ക് തോന്നിയില്ല. അവസാനം ഞങ്ങളത് ഈ സിനിമ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാല് അങ്ങനെ ഒരു സിനിമ നടക്കുന്നതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. പിന്നെ കുഞ്ഞാലി 4 പേരില്ലേ, ഓരോരുത്തർക്കും ഓരോ കുഞ്ഞാലിയുടെ കഥ എടുത്താൽ മതി. എന്നോട് ഈ സിനിമ ആ സിനിമ ഇല്ല എന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് കാലാപാനി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോഴുള്ള എല്ലാവരും ഈ സിനിമയിൽ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിട്ട് ഞാൻ ആ സിനിമയുടെ സംവിധായകനെ സന്തോഷിനെ വിളിച്ചിട്ട് ഈ സിനിമ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ സന്തോഷ് ഈ വർഷം മുഴുവൻ പുള്ളി അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും ആ സിനിമ ചെയ്യുന്നില്ലെന്നും എന്നോട് പറഞ്ഞു. ഇത് മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. അവരുടെ പദ്ധതി എന്താണെന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ഈ സിനിമയൊക്കെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. അവർക്ക് ഇത് ചരിത്രമാണ്, ആർക്കും എടുക്കാം. സോ ആ ചിത്രം മുമ്പോട്ട് പോകണമെങ്കിൽ പോട്ടെ, എന്തായാലും നമ്മുടെ സിനിമ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ എത്തിയത്. സ്ക്രീൻ പ്ലേ ഡെഫിനറ്റ്ലി മാസ്റ്ററുടെ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഞാൻ തന്നെ എഴുതിയതാണ് ഇപ്പോഴുള്ള സ്ക്രീൻ പ്ലേ. അതിന് തീർച്ചയായിട്ടും എന്റെ കൂടെ ഒരു കോ റൈറ്റർ എന്ന് പറയുന്നത് ഐ വി ശശിയാണ്. ഐ വി ശശിയാണ്. ഞങ്ങൾ 2 പേരും കൂടെയാണ് ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയത്. പക്ഷേ ഡയലോഗ്സിനെ ഞങ്ങളെ സഹായിക്കാനായിട്ട് 1-2 റൈറ്റേഴ്സ് അതായത് ഫസ്റ്റ് വേർഷൻ എഴുതിയ ശേഷം വേണ്ടി വന്നാൽ ഡയലോഗ് വേർഷൻസ് സഹായിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു റൈറ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ചെയ്യുന്ന 3 പ്രൊഡ്യൂസേഴ്സ്, അവര് 2 പേരെ കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് മറിക്കാൻ വേണ്ടി അണിനിരക്കാണ്. എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരാൻ കാരണം? ഈ സിനിമയ്ക്ക് ബജറ്റ് കൊണ്ടാണോ അല്ല വേറെ ഏതെങ്കിലും? ഇതിന്റെ ബഡ്ജറ്റ് കേൾക്കുമ്പോൾ തന്നെ ഒരു
സാർ പറഞ്ഞ പോലെ അച്ഛൻ പറയലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കേൾക്കുമ്പോ കൂടെ നല്ല ശക്തിയുള്ള ആൾക്കാരുണ്ടാകുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അതിൽ നിന്ന് തന്നെയാണ് അത് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാകുമ്പോൾ കൂടുതൽ സന്തോഷം ഉണ്ടാകും. ഇന്നത്തെ ഈ ദിവസത്തിൽ ലാലേട്ടന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്നത്തെ ദിവസം ലാലേട്ടന് പ്രിയപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. 30ാമത്തെ വാർഷികമാണ് ലാലേട്ടന്റെ വാർഷികമാണ്. അപ്പൊ ഈ ദിവസം യാദൃച്ഛികമായിട്ടാണോ ഈ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് വന്നത്, അതെയോ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഉള്ളതാണ്? ഇങ്ങനെ വേണേലും വിചാരിക്കാം. പക്ഷെ ഇത് 26th അല്ലെങ്കിൽ 28th 2 ദിവസങ്ങളാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ 28th ചെയ്യാൻ കാര്യം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് പേര് പേരുണ്ട്. പവശായൻ, നിമാദൻ സാർ, ലക്സാങ്കർ, ഇങ്ങനെ പുറത്തുനിന്ന് വന്ന ഒരുപാട് ഫ്രണ്ട്സ്. അപ്പൊ അവരെല്ലാവരും കൂടെ എല്ലാവരുടെ സമയത്ത് ഇത് അനൗൺസ് ചെയ്യാൻ പറ്റിയാൽ ഒരു വലിയ കാര്യമായിട്ട് വിചാരിച്ചു. അതും ഒരു കാരണമാണ്. താങ്ക് യു. ഒരുപാട് കോയിൻസിഡൻസ് ആണ്. 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് മോഹൻലാലിന്റെ. 25ാമത്തെ സിനിമയാണ് ആന്റണിയുടെ. 95ാമത്തെ സിനിമയാണ് എന്റെ. അങ്ങനെയൊക്കെ ചില കോയിൻസിഡൻസുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ എല്ലാം പോസിറ്റീവായിട്ട് വരുന്ന ഒരു പ്രതീക്ഷയോടെയാണ് മുമ്പോട്ട് പോകുന്നത്. Before closing, thank you very much to all the media, and I am expecting very good support from all of you. Without media, we cannot survive today. Whatever, though there are minuses, there are big pluses also. So I am expecting a big plus from all of you. Thank you. തള്ളിയിടല്ലേ Thank you very much, sir. Okay, sir. അവര് പ്രിയൻ മറ്റേവർ എവിടെ ഉണ്ട്? എവിടെ ഉണ്ട് പ്രിയൻ? ഞാൻ വിളിക്കട്ടെ.